വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 1ാമത്തെ പാഠഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് സയൻസിലെ 1ാമത്തെ പാഠമാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി ഫുൾ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോളജി, കെമിസ്ട്രി, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഫുൾ ചാപ്റ്റർ ഒരു വീഡിയോ ആയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് മനസ്സിലായി, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ് ആണല്ലേ. ഇവിടെ നോക്കൂ, ഒരു കാർ എൻജിൻ നേരാക്കാൻ വന്ന ഒരു മെക്കാനിക്ക് പറയുന്നുണ്ട്, ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ്, ഈ കാറിൻ്റെ എൻജിന് ജപ്പാനിലും മറ്റുള്ള പാർട്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിലുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഇതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുമിച്ചിട്ട് നമുക്ക് യോജിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണല്ലേ. ഹൗ യു നോട്ടീസ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, റൈറ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ ഒരു കാറിൻ്റെ ഒരു ഗ്ലാസ് ജപ്പാനിലാണ്, ആ കാറിൻ്റെ ബാക്കി എല്ലാ ബോഡിയും ഇന്ത്യയിലാണ്. എങ്ങനെയാണ് ആ ഗ്ലാസ് ഇന്ത്യയിൽ നിർമ്മിച്ച ആ ഒരു കാറിന് സ്യൂട്ടബിൾ ആകുന്നത് അല്ലേ? നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. Then to solve such problem in our daily life, it is necessary to measure and state the characteristics, properties of objects and phenomena. Such measurable quantities are physical quantities. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വസ്തുക്കളുടെയും അതുപോലെ തന്നെ ഫിനോമിനാസിൻ്റെയും ഒക്കെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിനെ നമ്മൾ ഒരു പൊതുവായിട്ട് ഒരു അളവ് ഒക്കെ ഒരു യൂണിറ്റ്സിലേക്ക് കൊണ്ടുവന്നിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം, റെക്കോർഡ് ദ ക്വാണ്ടിറ്റീസ് യു ഐഡൻറ്റിഫൈഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരാൾ ഒരു കുഴിയുടെ ഒരു ബിറ്റിൻ്റെ ഡെപ്ത് നോക്കുകയാണ്. അവിടെ എന്താണ് അയാൾ നോക്കുന്നത്, ഡെപ്ത് എങ്ങനെയാണ് നോക്കുന്നത്, അതിൻ്റെ ലെങ്ത്ത് വൈസ് ചെയ്തിട്ടാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ അയാളവിടെ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്ത് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് ടൊമാറ്റോസ് മെഷീനിൽ വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ മാസാണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടൈലർ ഒരാളുടെ ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണല്ലേ. അപ്പോൾ അവിടെയും നോക്കുന്നത് ലെങ്ത്ത് തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരാൾ ഓടുന്ന സമയത്ത് നമ്മളവിടെ നോക്കുന്നത് ആൾ ഓടാനെടുത്ത ടൈമാണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുന്നത് BP ആണ്. BP എന്ന് പറയുമ്പോൾ അവിടെ പ്രഷറാണ് ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പനിയായിട്ട് നോക്കുന്ന ആ ഒരു ഇതെന്താണ്, ടെമ്പറേച്ചറാണ് നമ്മളവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ടേബിളിൽ എഴുതി നോക്കാം. ഫസ്റ്റ് വൺ മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ ബിറ്റ്, ഒരു കുഴിയുടെ ആളം അളക്കുക. അവിടെ എന്താണ്, ആളം അളക്കുമ്പോൾ നോക്കുന്നത് അതിൻ്റെ ലെങ്ത് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷറിങ് ഓഫ് വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, ഒരു വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അവിടെ മാസ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ ടേക്കിംഗ് മെഷർമെൻറ്റ് ബൈ എ ടൈലർ, ഒരു ടൈലർ നോക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്, ലെങ്ത് എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, ഒരു റേസിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ എന്താണ്, ടൈം ആണ് നോക്കുന്നത്, ടൈം. നെക്സ്റ്റ് വൺ മെഷറിങ് ബ്ലഡ് പ്രഷർ, പ്രഷർ നോക്കുമ്പോൾ അവിടെ പ്രഷർ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്, പ്രഷർ. നെക്സ്റ്റ് വൺ മെഷറിങ് ബോഡി ഹീറ്റ്, ബോഡി ഹീറ്റ് നോക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ ടെമ്പറേച്ചറാണ് അവിടെ നോക്കുന്നത്, ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, ഇൻ ഓൾ ദ എബോവ് സിറ്റുവേഷൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹെൽപ്പ് സോൾവ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സ്യൂട്ടബിൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സൊല്യൂട്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ടാണ്. ഫൈൻഡ് ആൻഡ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സ്പീഡ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരെണ്ണം എഴുതാം, സ്പീഡ് എന്ന് എഴുതി കൊടുക്കാം. സ്പീഡ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ ഇത്തരത്തിൽ നോക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്ട്ലി in situations where direct measurement is not possible, can you write them with the references to other physical quantities. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല അല്ലേ. എന്താണ്, ചിലത് നമുക്ക് മറ്റുള്ളതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ അളക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദർ ആർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എമംഗ് ദം ലെങ്ത്, മാസ്, ടൈം,
electrical current, temperature, amount of substances and luminous intensity are called fundamental quantities. All other quantities can be expressed in terms of these fundamental quantities. If so, what is a fundamental quantities? അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞ നേരത്തെ സാധനം തന്നെ എല്ലാതും നമുക്ക് എന്താണ് ഒരേ രീതിയിലല്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാതും ഒരേ രീതിയിലല്ല പോകുന്നത്. ഇതിൽ തന്നെ ലെങ്ത്ത്, അതുപോലെ മാസ്, ടൈം, അതുപോലെ ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, ഇൻറ്റൻസിറ്റി, ഇതൊക്കെ എന്താണ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി എല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ നമുക്ക് പറ്റും, എല്ലാ അളവുകളെയും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതോ പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റാത്തതുമായിട്ടുള്ള അളവുകളെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻ ഇൻ ദ ടേബിൾ ആൻഡ് ലിസ്റ്റ് ദം ബിലോ. അപ്പോൾ നമുക്ക് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ? ഒന്ന് ലെങ്ത്ത്, പിന്നെ എന്തൊക്കെയായിരുന്നു? ലെങ്ത്ത് മാത്രമാണോ? അല്ല, ടൈം അല്ലേ, ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വേറെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ? മാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ്, ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. Then, in our daily life, do we use of fundamental quantities only? നമ്മൾ ലൈഫിൽ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദീസ് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചുമരിൻ്റെ ഏരിയയാണ് നോക്കുന്നത് അല്ലേ. അവിടെ എന്താണ് നോക്കുന്നത്? ഏരിയയാണ് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നോക്കുന്നത് അതിൻ്റെ വോളിയമാണ്. ഓക്കെ, വോളിയം. ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ 2 പിക്ചറിലും ചെക്ക് ചെയ്യുന്നത് എന്താണ്? വോളിയമാണ് ചെക്ക് ചെയ്യുന്നത്. Then record how each of them is found out and complete the table appropriately. ഇവിടെ for painting the wall, ഒരു wall പെയിൻറ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് നോക്കും? അതിൻ്റെ ഏരിയ നോക്കും. ഏരിയ നോക്കുക എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു എന്താണ്? എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ അവിടെ ലെങ്ത് എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ മെഷർ ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്. അതിൻ്റെ വോളിയമാണ്. വോളിയം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വോളിയം ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ. പിന്നെന്തൊക്കെയാണ് അതിൽ നോക്കുന്നത്? ജാർ മാത്രമാണോ? അല്ല. ദെൻ നമ്മൾ നോക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്തും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഹൈറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞാലും, ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ ലെങ്ത്തും വിഡ്ത്തും ആണല്ലേ. അപ്പോൾ അവിടെ ഹൈറ്റ് എന്ന് എഴുതി കൊടുത്താലും മതി, ഹൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ആർ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. ഏരിയയും വോളിയയും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്? എന്താണ്? ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ 2 പോർഷൻസ് ആർ ഇൻ ദേ. ഇവിടെ രണ്ടിടത്തും എന്താണ്? രണ്ടിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ ഇടയിലുള്ള പൊസിഷൻ അല്ലേ. ആ പൊസിഷൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോർഷൻസ് റെപ്രസെൻറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. ഇപ്പോൾ 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. അതുപോലെ തന്നെ ഒരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്നീ അളവുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെങ്ത് എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Such quantities that can be found out using fundamental quantities are called derived unities. Now,
റൈറ്റ് എ ഡെഫിനീഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഇത്തരത്തിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സി ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ ഗ്യാസ് സിലിണ്ടർ. നമ്മളെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറിലൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള മാസ് എന്ന് പറയുന്നത് എത്രയാണ്, മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ ഈക്വൽ ടു എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്, 14.2 ആണ്. ഓക്കെ, 14.2 കിലോഗ്രാം ആണ്. ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ 14.2 മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ യൂണിറ്റ് ഐ കിലോഗ്രാം. അപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറയാം, 14.2 കിലോഗ്രാം എന്നാണ് നമ്മളത് വായിക്കുന്നത് അല്ലേ, 14.2 കിലോഗ്രാം എന്ന് പറയും. Similarly, complete the table with the physical quantities shown in the picture below along with their numerical values and units. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ, ഫിഗർ 1 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചറാണ് കാണിക്കുന്നത് അല്ലേ, അതിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇനി അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ, ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 37.8 എന്നുള്ളതാണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് ആണ്. ഓക്കെ, സെൽഷ്യസ് ആണ് പറയുന്നത്. സോ മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 37.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ എഴുതി കൊടുക്കും. അങ്ങനെയാണ് നമ്മളത് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിഗർ 2 എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് ആണ് അവിടെ നോക്കുന്നത് അല്ലേ, അപ്പോൾ അവിടെ ഹൈറ്റ് എന്ന് എഴുതി കൊടുക്കുക, ഹൈറ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഹൈറ്റ് എത്രയാണ് നോക്കൂ, 165 ആണ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ഇത് പറയാറുള്ളത്. CM എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ. ഓക്കെ, സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇതിന് നമ്മൾ എങ്ങനെ എഴുതുക, 165 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത്, മാസ് ആണല്ലേ, അപ്പോൾ അവിടെ മാസ് ആണ് അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നത്. ന്യൂമറിക്കൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 1 കിലോഗ്രാം ആണല്ലേ, അപ്പോൾ 1 എഴുതുക. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കിലോഗ്രാം എന്ന് വെച്ചുകൊണ്ടാണ്, കിലോഗ്രാം. അത് നമ്മൾ എങ്ങനെ എഴുതുക, 1 kg എന്ന് എഴുതി കൊടുക്കാം. 1 kg എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്നതാണ്. ദെൻ വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ ബിലോ എബവ്. മേലെയുള്ള ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം കണക്കാക്കുന്നത് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, അതിൻ്റെ നമ്പറും അതുപോലെ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സും കൂടെ ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്, 1 കിലോനാണെങ്കിൽ അതിൻ്റെ 1 എന്ന് പറയുന്നത് അതിൻ്റെ നമ്പറാണ്, kg എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് ആണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വൺ, യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളൊക്കെ ഏതൊക്കെയാണ്, മാർക്ക് ദ ഹൈറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ യുവർ ക്ലാസ് ഓൺ ദ വാൾ യൂസിങ് എ പെൻസിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈച്ച് വൺ ഓഫ് ദ ക്ലാസ് മേ മെഷർ the height using 2 sticks of different lengths. Record the measurement in your science diary. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയുടെ ഉയരം നിങ്ങൾ എന്ത് ചെയ്യുക, പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ അടയാളപ്പെടുത്തുക. അതുപോലെ വ്യത്യസ്തമുള്ള 2 ഈർക്കിലി ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുടെ ഉയരം അടയാളപ്പെടുത്തുകയും ചെയ്യാം. എന്നിട്ട് അത് സയൻസ് ഡയറിയിൽ എഴുതുക. Then fill a bucket with water. Measure the water in it with 2 glasses of different size. റൈറ്റ് ഡൗൺ ദ മെഷർമെൻറ്റ്സ് ഇൻ ദ സയൻസ് ഡയറി. അതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ വ്യത്യസ്തമായിട്ടുള്ള 2 ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് ജലം അളന്ന് നോക്കുക, അതും സയൻസ് ഡയറിയിൽ എഴുതുക. ടാബ്ലേറ്റ് ദ മെഷർമെൻറ്റ്സ് ഫ്രം ബോത്ത് ദ ആക്ടിവിറ്റീസ് റിട്ടൺ ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് രണ്ടിൻ്റെയും എന്താണ് ഇതേപോലെ ഒരു ടേബിൾ വരച്ചെഴുതാം. എന്താണ്, മെഷർ ദ ഹൈറ്റ് ഓഫ് ദ ചൈൽഡ്, ഒരു കുട്ടിയുടെ ഹൈറ്റ് നോക്കുക. ഓക്കെ, അതിൻ്റെ ലെങ്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവിടെ ലെങ്ത് ആണ് നോക്കുന്നത് അല്ലേ. ലോങ് സ്റ്റിക്ക് വെച്ചിട്ട് എത്രയാണ്, അതുപോലെ ഷോർട്ടർ സ്റ്റിക്കർ വെച്ചിട്ട് എത്രയാണെന്ന് എഴുതുക. അതേപോലെ തന്നെ മെഷറിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എടുക്കുക. അതിൻ്റെ വാട്ടറിൻ്റെ എന്താണ് അവിടെ നോക്കുന്നത്, വോളിയം ആണ് നോക്കുന്നത്. അവിടെ അതിൻ്റെ ലാർജർ ഗ്ലാസ് ഉപയോഗിച്ച് എത്ര ഉപയോഗിച്ചു, അതുപോലെ സ്മോളർ ഗ്ലാസ് വെച്ചിട്ട് എത്രയാണെന്നുള്ളത് അവിടെ എഴുതി നോക്കുക. Then analyze the table to different references objects
were used in each case to determine a physical quantity. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണോ ഉപയോഗിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ ബോത്ത് കേസ് ആർ ദ മെഷർമെൻറ്റ്സ് ഒബ്റ്റെയിൻ ദ സെയിം. രണ്ടിലും ഒരേപോലെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈ ആർ ദ മെഷർമെൻറ്റ്സ് നോട്ട് ഈക്വൽ, അഥവാ ചെറിയ ഇർക്കിളിയും വലിയ ഇർക്കിളിയും വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വെൻ എവ്രി വൺ യൂസ് ദ സെയിം റെഫറൻസ് ഒബ്ജക്റ്റ് ഇസ് ഇൻ ദ മെഷർ ദ സെയിം. ഇപ്പം എല്ലാവരും ഒരേ ഇർക്കിളി അല്ലെങ്കിൽ ഒരേപോലെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും ഒന്നാണോ കിട്ടുന്നത് എന്നും മനസ്സിലാക്കുക. വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് എനിവെയർ ഇൻ ദ വേൾഡ് ദ മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം, റൈറ്റ്. ഇപ്പോൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ് അല്ലേ. എല്ലാവരും ഉപയോഗിക്കുന്നത് സെയിം ആയ രീതിയിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജപ്പാനിൽ ഉണ്ടാക്കിയ കാറിന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒന്നും സ്യൂട്ടബിൾ ആകില്ല. Then for this everyone should adopt a fixed reference. This is called the unity of physical quantity. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ്, ഒരേ രീതിയിലുള്ള അളവാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അഥവാ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലോകമെമ്പാടുമുള്ള ആളുകൾ അംഗീകരിക്കുന്ന ഒന്നായിട്ട് മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു യൂണിറ്റ് ആയിട്ട് പറയുന്നത്. In the past, different units were used for measurement and recording in each region. For example, units like the foot, cubit and handspan were used locally to measure length. പണ്ട് കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഫീറ്റ്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ എന്നിവയൊക്കെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായിരുന്നു എല്ലാ ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് ഒരു ലെങ്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. Then different units were also used in other countries. What would be the practical problems of using these? അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പ്രശ്നമാണ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരിക കൂട്ടുകാരെ? ഒന്ന് ലോ അക്യുറൻസി, എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്യുറേറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ കൈയുടെ അളവും മറ്റൊരാളുടെ കൈയുടെ അളവും എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കില്ല. ഇനി എക്സാമ്പിളായിട്ട് ഫീറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടാവും കിട്ടുന്നത്. എല്ലാവർക്കും സെയിം ആയി തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻ ടു അനലൈസ് മെഷർമെൻറ്റ്. ഇപ്പം നമ്മൾ പറയുന്ന മെഷർമെൻറ്റ്സ് ഒന്നും മറ്റുള്ള രാജ്യത്തിലുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതും എന്താണ്, ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. But today the unit meter is used everywhere in the world to measure length. പക്ഷെ ഇന്നെന്താണ്, ലെങ്ത് കണക്കാക്കണമെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, മീറ്റർ എന്നുള്ള യൂണിറ്റ് തന്നെയാണ്. Then similarly there are internationally accepted units for all other physical quantities. This is called the International System of Units, abbreviated as SI units. Measurement using the SI units always has a universal result. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്തു, ലോകത്തെമ്പാടുമുള്ള ആളുകൾ അംഗീകരിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ ചുരുക്കിയിട്ട് നമ്മൾ അബ്രിവിയേഷനായിട്ട് SI എന്ന് പറയാറുണ്ട്. അപ്പോൾ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അളവാണ് കിട്ടുക. അപ്പോൾ ഒരു മീറ്റർ എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുന്നതും ലോകത്ത് എവിടെ പോയാലും ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. Now you might have understood, now parts of vehicles are equipments we use even if manufactured in different countries can be perfectly assembled in any factory in the world. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലോകത്തെ എവിടെ എന്ത് നിർമ്മിച്ചാലും അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നത് എന്നുള്ളത്. ഇപ്പോൾ കാറിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെ ആയിക്കോട്ടെ, ഏത് ഫാക്ടറിയിൽ നിർമ്മിച്ചതാണെങ്കിലും അതൊക്കെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യോജിപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം അവരൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, SI യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് in various contexts. Larger units are used for larger quantities and smaller units for smaller quantities. അപ്പോൾ ഒരേ ഭൗതിക വലിപ്പമുള്ളതും ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അവിടെയൊക്കെ എന്താണ്, വലിയ യൂണിറ്റുകളും കുറഞ്ഞ യൂണിറ്റുകളും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീറ്റർ എന്ന് പറയുന്നതാണ് അവിടുത്തെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് സെൻറ്റിമീറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കിലോമീറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് മാത്രം. കാരണം അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എവിടെയാണെങ്കിലും ഒരേ രീതിയിലാണ് കാൽക്കുലേഷൻ
ഓപ്പറേഷൻസ് നടക്കുന്നത്. ദെൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അടുത്തതായിട്ട് ലെങ്ത്തിൻ്റെ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ, ഇറ്റ്സ് സിമ്പിൾ ഈസ് എം. എം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ആണ്. അപ്പോൾ നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നതിൻ്റെ മീറ്റർ എന്താണ്, യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതിനെ നമ്മൾ എം എന്നുള്ള ഇതുകൊണ്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ എക്സെട്ര ആർ ദ അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദം. അപ്പോൾ നമുക്കറിയാം ആകെ മീറ്റർ മാത്രമല്ല, സെൻറ്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട് അല്ലേ. ദിസ് പിക്ചർ ഷോൺസ് പാർട്ട് ഓഫ് ദ മീറ്റർ സ്കെയിൽ. ഇതെന്താണ്, ഒരു മീറ്റർ സ്കെയിലാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇപ്പോൾ 1 മുതൽ 2 വരെയുള്ള ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ വര മുതൽ ഈ വരെയുള്ള ഈ ചെറുതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മില്ലിമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ SI യൂണിറ്റിൽ മീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും മില്ലിമീറ്ററും അതുപോലെ തന്നെ കിലോമീറ്ററും എല്ലാത്തിനും അതിൻ്റേതായ ഒരു എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഇതുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ മാത്രമേ അത് പോവുകയുള്ളൂ. Then take a meter scale from the science lab and examine. You can see the small and large lines on the meter scale. The distance between two consecutive large lines is 1 meter and the distance between small lines is 1 millimeter. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ളത് സെൻറ്റിമീറ്റേഴ്സും 2 ലൈൻസിൻ്റെ ഇടയിലുള്ളത് എന്താണ്, ഒരു മില്ലിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ now complete the following relationship given below. 1 meter എന്ന് പറഞ്ഞാൽ എന്താണ്, 1 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് കൂട്ടുകാരെ? 1 meter എന്ന് പറഞ്ഞാൽ 1 meter എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 meter എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ദെൻ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 1000 മില്ലിമീറ്റർ ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. There are the situations where we have to use smaller measurements. എന്താണ്, നമുക്ക് എന്താണ് എപ്പോഴും ഒരേ രീതിയിലുള്ളതല്ല നമുക്ക് ചെയ്യേണ്ടത്, ഒരുപാട് സ്മോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ചെറിയ യൂണിറ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പേ അറ്റൻഷൻ ടു ദ നോട്ടീസ് ഓഫ് എ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പ്രൊഹിബിറ്റഡ്, എന്താണ് നിരോധിച്ചിരിക്കുന്ന ഒരു ഇതാണ്, എന്താണെന്ന് നോക്കാം. ദ സെയിൽ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ബിലോ 30 micro is prohibited in shops within the limit of the municipality with effect from 30/10/2022. അപ്പോൾ എന്താണ്, 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ വിൽപ്പന നടത്തരുത് എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് യൂണിറ്റ്സ്, മൈക്രോൺ എന്നുള്ളതാണ് അവിടുത്തെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് മെൻഷൻ ഇൻ ദ നോട്ടീസ്? എന്താണ്, മൈക്രോൺ ആണ്. മൈക്രോൺ ഈസ് ദ അബ്രീവിയേഷൻ ഓഫ് മൈക്രോമീറ്റർ. ഹൗ മെനി മൈക്രോമീറ്റേഴ്സ് വുഡ് മേക്ക് 1 മീറ്റർ? അപ്പോൾ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്, മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മൈക്രോൺ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. ഓക്കെ, 10 ലക്ഷം മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ ആയിട്ട് പറയുന്നത്. Then there are also situations where we need units larger than meter. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. എല്ലാ സമയത്തും മീറ്റർ അല്ല, മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകളും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ദ അബ്രീവിയേഷൻ KM ഓൺ ദ ട്രാഫിക് സൈൻ സ്റ്റാൻഡ്സ് ഫോർ കിലോമീറ്റർ. KM എന്ന് പറയുന്നത് എന്താണ്, കിലോമീറ്റർ ആണ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ് കൂട്ടുകാരെ? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1000 മീറ്റർ ആണ്. Are there situations where we need even larger units? Read the following excerpt from the science article. അപ്പോൾ ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കിലോമീറ്റർ മാത്രമല്ല, അതിനേക്കാൾ വലുതുണ്ട്. ഇതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ. അപ്പോൾ എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു ദൂരമാണ്. ഓക്കെ, അത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് വരുന്നത്. ദെൻ 1 വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിൽ നിന്ന് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും അടുത്തൊരു യൂണിറ്റും കൂടെ കിട്ടിയത് ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും ഇതിനേക്കാൾ കിലോമീറ്ററിനേക്കാളൊക്കെ വളരെയധികം ഫാസ്റ്റ്, വളരെയധികം കൂടുതലുള്ള ഒന്നാണ്. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ്. അടുത്തതായിട്ട് മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Look at the picture of weighing apples in a shop. The weight is measured by placing weight blocks on the side of the
സ്കെയിൽ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്, വെയിൻ മെഷീനിലൊക്കെ സാധനം വെക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവിടെ എന്താണ് വെയിൻ മെഷീനിൽ സാധനം വെക്കുന്നത്, വെയിങ്ങിന് അനുസരിച്ചുള്ള കട്ടകൾ വെക്കാറുണ്ട്, അവിടെ ബ്ലോക്സ് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ കടയിൽ ആപ്പിളും തൂക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ തട്ടിൽ തൂക്കക്കട്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് വെക്കുന്നത്, നമ്മുടെ സാധനം വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ്, നമുക്ക് അതേ കറക്റ്റിലുള്ള ആപ്പിൾ കിട്ടാൻ വേണ്ടിയാണ്. So this is done to ensure that the apples taken have the same mass as weight of blocks. ആ ബ്ലോക്സിൻ്റെ സെയിം വെയിറ്റിൽ ആപ്പിൾ കിട്ടാൻ വേണ്ടിയാണ്. The amount of matter contained in a substance is its mass. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. എക്സാമിൻ ദ പിക്ചർ ഓഫ് ദ വെയിറ്റ് ബ്ലോക്സ് ഷോൺ ഇൻ ഫിഗർ 1.24. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് 1 kg, അതുപോലെ തന്നെ 1 കിലോഗ്രാം, 10 ഗ്രാം, 10 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് റിട്ടൺ ഓൺ ദം, അതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത് എന്താണ് കൂട്ടുകാരെ, അതിൻ്റെ മീതെ എഴുതിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് എ കിലോഗ്രാം ഈസ് സിമ്പിൾ ഓഫ് kg. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. kg എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റ്സ് ആണ്. Then, do we need units other than kilogram or for mass? You might have noticed the quantity of toothpaste and the tablet printed on their packages. What does it mean? അത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് അല്ലേ, ടൂത്ത് പേസ്റ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് ഗ്രാമാണ് അല്ലേ. അപ്പോൾ ഗ്രാം ഇപ്പോൾ 200 ഗ്രാം, 250 ഗ്രാം എന്നൊക്കെ പറയുന്നത് ഗ്രാമിലാണ്. ഇനി മരുന്നാണെങ്കിൽ mg എഴുതിയിട്ടുണ്ടാവുക. അതിന് നമ്മൾ പറയുന്നത് എന്താണ്, mg എന്ന് പറയുന്നത് അവിടെ മില്ലിഗ്രാം ആണ്. ഓക്കെ, മില്ലിഗ്രാം ആണ്. മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ്. അപ്പോൾ മാസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്സ് ആണ് മില്ലിഗ്രാമും ഗ്രാമും എന്ന് പറയുന്നത്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാം ആണ്. Then, have you heard of any larger unit of mass? ഇപ്പോൾ മാസിൻ്റെ വേറെ ഏതെങ്കിലും വലിയ യൂണിറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും. യു മൈറ്റ് ഹാവ് സീൻ ദ ട്രക്ക് ക്യാരിങ് ലോഡ് വിച്ച് ആർ ദ ലാർജർ യൂണിറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്. ഇപ്പോൾ നമ്മൾ ലോറികളിലൊക്കെ ഭാരം കയറ്റുമ്പോൾ നമ്മളത് ഇത്ര കിലോഗ്രാം ആണ് എന്നല്ല പറയാറ്, അതിന് വേറെ യൂണിറ്റ്സ് ആണ് പറയാൻ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, ക്വിൻ്റൽ ആൻഡ് ടൺ ആർ ദ ലാർജർ യൂണിറ്റ്സ് ഓഫ് മാസ്. മാസിൻ്റെ ഏറ്റവും ലാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്വിൻ്റലും അതുപോലെ തന്നെ ടണ്ണുമാണ്. Then, identify the relationship between the units of mass and kilogram from the table given below. അപ്പോൾ താഴെയുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണ് നമുക്കത് നോക്കാം. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നോക്കൂ, 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10 ലക്ഷം മില്ലിഗ്രാം ആണ്. ഇനി ഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഇനി ക്വിൻ്റൽ ആണെങ്കിൽ 100 കിലോഗ്രാമിനെയാണ് നമ്മൾ 1 ക്വിൻ്റൽ എന്ന് പറയാം. ഇനി 1000 കിലോഗ്രാമിനെയാണ് നമ്മൾ 1 ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാരെ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം. ഇനി അടുത്തതായിട്ട് നമ്മൾ ടൈമിൻ്റെ ഏതൊക്കെ യൂണിറ്റ്സ് ആണെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാസ് നോക്കി അല്ലേ, അതുപോലെ തന്നെ ലെങ്ത് നോക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ദ SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്, ഇറ്റ്സ് സിമ്പിൾ ഇറ്റ്സ് S. അപ്പോൾ സമയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ആണ്. അതിന് S എന്നുള്ളതായിട്ടാണ് നമ്മൾ സിമ്പിളൈസ് ചെയ്യുന്നത്. മിനിറ്റ് ആൻഡ് ഹവർ ആർ ദ അതർ യൂണിറ്റ്സ് യൂസ്ഡ് ടു ഡിനോട്ട് ടൈം. അപ്പം മിനിറ്റും അവറും ഇതുപോലെ തന്നെ ടൈമിനെ ഡിനോട്ട് ചെയ്യാനുള്ള മറ്റുള്ള യൂണിറ്റുകളാണ്. ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് യൂണിറ്റ് ആൻഡ് സെക്കൻഡ്സ്. അപ്പോൾ ഇതും സെക്കൻഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്, 60 സെക്കൻഡാണ്. ഓക്കെ, 60 സെക്കൻഡാണ്. ഇനി 1 മണിക്കൂർ എന്ന് പറഞ്ഞാലോ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 × 60 ആണ്. ഓക്കെ, എത്രയാണ്, 3600 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 3600 സെക്കൻഡ്സ് ആണ് എന്ത് പറയുന്നത്, ഒരു ഹവർ എന്ന് പറയുന്നത്, 1 മണിക്കൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വോളിയം എന്നുള്ളതാണ്. വോളിയത്തിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ദ വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഒക്യുപ്പൈസ്. ഒരു സാധനത്തിൽ എത്ര സ്പേസ് ഉണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഡു യു റിമെമ്പർ മെഷറിംഗ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ എ ബക്കറ്റ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോളിയം? അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടർ എടുത്തിട്ട് അതിൻ്റെ വോളിയം ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും ഈ വോളിയത്തിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ദ SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ, ഇറ്റ് സിമ്പിൾ ഈസ് M ക്യൂബ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ അത് എഴുതുന്നത് M എഴുതിയിട്ട് നമ്മൾ മേലെ എന്ത് ചെയ്തു, 3 എന്ന് എഴുതി കൊടുക്കും, അങ്ങനെയാണ് 3 എന്ന് എഴുതി കൊടുക്കും, അങ്ങനെയാണ് അതിനെ നമ്മൾ സിമ്പിളൈസ് ചെയ്യുന്നത്. ദ ഫിഗർ ഷോസ് 1000 ക്യൂബ്സ് ഈച്ച് വിത്ത്
sides of 1 centimeter arranged to form a large cube. If volume of the large cube is 1 liter, can you complete writing the relationship between various units based on the figure? അപ്പോൾ 1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു 1000 ക്യൂബ് ഉണ്ട്. ആ ക്യൂബുകളുടെ ഒരു വലിയ ക്യൂബായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ 1 ലിറ്ററിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, 1000 മില്ലി ലിറ്ററിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെൻസിറ്റി എന്നാണ് നോക്കുന്നത്. വൈ ഈസ് ഡെൻസിറ്റി ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ ഫ്യൂവൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്. നമ്മൾ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ആക്ച്വലി ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ നോക്കുന്നത്. ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം, ഫിൽ ഇറ്റ് വിത്ത് എ sawdust and measure its mass, then replace it to the sand and find the mass, tabulate the findings. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൻ്റെ വോളിയം കണക്കാക്കണം. അതിൽ കുറച്ച് മരപ്പൊടി നിറക്കുക, എന്നിട്ട് അതിൻ്റെ വോളിയം കണ്ടെത്തുക. അതുപോലെ തന്നെ മണൽ നിറച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് അതിൻ്റെ എന്ത് ചെയ്യണം? നീളം ഇൻറ്റു വീതി നമ്മൾ കണക്കാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് കൂട്ടുകാരത് ചെയ്തു നോക്കുക. ദെൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം represent the mass of the substance per unit volume. അപ്പോൾ എന്താണ്? the mass of a substance per unit volume is called its density. അപ്പോൾ യൂണിറ്റ് അതുപോലെ തന്നെ അതിൻ്റെ വോളിയം, പദാർത്ഥത്തിൻ്റെ മാസിൻ്റെ സാന്ദ്രത എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി എങ്ങനെ കണക്കാക്കാൻ വേണ്ടി പറ്റും? മാസ് ഡിവൈഡഡ് ബൈ വോളിയം നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇൻ ദ ടേബിൾ ഗിവൺ ഈവൻ ദോ ദ വോളിയം ഓഫ് സോഡസ്റ്റ് ആൻഡ് എ സാൻഡ് ഇൻ ദ സെയിം. ചിലപ്പോൾ ഇവിടെ എന്താണ്? മരപ്പൊടിയും മണലും ഒരേ വോളിയത്തിലുള്ള സാധനങ്ങൾ ആയിരിക്കും. സി ഹൗ ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മരപ്പൊടി ഇത് എടുക്കുക, അതിൻ്റെ മാസും അതുപോലെ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താം. നെക്സ്റ്റ് വൺ, എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നതാണ് പഠിക്കുന്നത്. Then in 1960 an international conference held in Paris approved the International System of Units or SI units as a universal system of unit for measurements. Under this system units were assigned to the all fundamental quantities. അപ്പോൾ 1960-കളിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 ഒരു പാരീസിൽ നടന്നിട്ടുള്ള ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത്തരത്തിലുള്ള SI യൂണിറ്റുകളൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നോട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ സിംബൽസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും സിംബലൈസും തന്നിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മീറ്ററിലാണ്, അതിന് M വെച്ചിട്ട് സ്മോൾ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. മാസ് എന്ന് പറയുന്നത് kgയിലാണ്, അത് കിലോഗ്രാം. ഓക്കെ, ടൈം എന്ന് പറയുന്നത് S സെക്കൻഡിലാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് Kയിലാണ്, കെൽവിൻ എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് A ആണ്, ആംപിയർ ആണ്. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് മോൾ എന്ന് പറയുന്നതാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് CD, കാൻഡല എന്നുള്ളതിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാരെന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും. ദേ ആർ ഇൻ്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ്സ് all other quantities can be expressed in terms of these units. അപ്പോൾ ഇവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ള യൂണിറ്റുകളൊക്കെ പ്രസ്താവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നെക്സ്റ്റ് വൺ, എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നതാണ്. We have learned about derived quantities such as volume and density whose units are obtained from fundamental quantities. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. വോളിയം അതുപോലെ തന്നെ ഡെൻസിറ്റി എന്നിവയൊക്കെ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഡിറൈവ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകളാണ്. Then we can write the derived units by relating fundamental units one another. Derived units are formed using fundamental units. See how derived units are formulated in the table below. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കിട്ടണം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി, ഇത് പറയാൻ വേണ്ടി
സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ നമ്മൾ പറയുന്നത് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അഥവാ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അവിടെ എം ആണ് അല്ലേ. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ അതുകൊണ്ട് എം ഇൻറ്റു എം ഈക്വൽ ടു എം സ്ക്വയർ ആയിട്ട് മാറും. ദെൻ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, മീറ്ററിലാണ് പറയുക. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മീറ്ററിലാണ് പറയുക. ഹൈറ്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ 3 എം വന്നും. അപ്പോൾ നമ്മൾ എന്തായി, എം ക്യൂബ് ആക്കി മാറ്റി. ഓക്കെ, ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ എം ക്യൂബ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അഥവാ നമ്മൾ എങ്ങനെ എഴുതും, നമ്മളതിനെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് കണക്കാക്കാറുള്ളത്, മാസ് എന്ന് പറയുന്നത് കെ ജിയിലാണ് അല്ലേ, കിലോഗ്രാമിലാണ് കണക്കാക്കാറുള്ളത്. ദെൻ വോളിയം എന്ന് പറയുന്നത് എം ക്യൂബിലാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, കിലോഗ്രാം പെർ എം ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ എപ്പോഴും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എഴുതുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, now try a definition for derived units. എന്താണ്, derived units are units that can be stated using fundamental units or that depends on ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിന് ബേസ് ചെയ്തുകൊണ്ടാണ് എന്തുപയോഗിക്കുന്നത്, അത് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ നിലനിൽക്കുന്നതായ യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ തോന്നുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല എന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. What are the rules of followed internationally when writing units and their symbols? Observe the correct notation of units for two physical quantities. ഇവിടെ നോക്കുക, ഇവിടെ മാസ് എഴുതുകയാണ്. മാസ് എഴുതുമ്പോൾ മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ, അതിന് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, 1.5 kg എന്നാണ് എഴുതേണ്ടത്. ഡെൻസിറ്റി നമ്മൾ എഴുതുമ്പോൾ 1000 kg പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി താഴെ നമ്മൾ നോക്കൂ, ഇവിടെ കുറച്ച് ജനറൽ എഴുതിയിട്ടുണ്ട്. അതിലെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കണം, അതിൻ്റെ റൂൾസ് എന്താണെന്നും എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1000 kg പെർ ക്യൂബിക് മീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, 1.5 kg എന്ന് എഴുതിയാൽ മതിയോ, പോരാ. യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അവിടെ kg എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, kg എന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. kg പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് ഇങ്ങനെ എഴുതി കൊടുക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1000 kg പെർ ക്യൂബിക് മീറ്റർ ആണ് അല്ലേ. അവിടെ എങ്ങനെ എഴുതിയിട്ടുള്ളത്, ഇത് നോക്കൂ, 1.5 kgs എന്നാണ് അല്ലേ. അവിടെ kgs എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അവിടെ kgs എന്ന് പറയുന്നത് തെറ്റാണ്, ഫെയിൽഡ്, അത് തെറ്റാണ്, റോങ്. നെക്സ്റ്റ് വൺ 1000 kg പെർ മീറ്റർ ക്യൂബാണ്. ഇവിടെ എന്താണ് കൂട്ടുകാരെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇത് കഴിഞ്ഞിട്ട് 1.5 എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം kg എഴുതാൻ അല്ലേ, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുകയുള്ളൂ. സോ വി നീഡ് സ്പേസ് ആഫ്റ്റർ റൈറ്റിംഗ് നമ്പർ. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 1000 kg ഇങ്ങനെ ഹാഷ് ഇട്ടിട്ട് എഴുതിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം, റൈറ്റ് ടുഗെദർ. അവിടെ എന്ത് ചെയ്യണം, റൈറ്റ് ടുഗെദർ, അത് ഒരുമിച്ച് എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1000 kg ക്യൂബിക് മീറ്റർ എന്നുള്ളതാണ്. അതെന്താ ചെയ്തിട്ട് ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ് അല്ലേ. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്സ്. ഓക്കെ, അതേപോലെ എഴുതുന്നത് എന്ത് ചെയ്യണം, 1000 kg പെർ എം ക്യൂബ് എന്ന് ഇതേപോലെ എഴുതി കൊടുക്കണം. ഒരു സ്പേസ് വേണം കേട്ടോ, അങ്ങനെ വേണം എഴുതി കൊടുക്കാൻ. നെക്സ്റ്റ് 1 kg 500 ഗ്രാം എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരുമിച്ചിട്ട് എഴുതണം. ഓക്കെ, അഥവാ 1.5 kg എന്ന് എഴുതി കൊടുക്കണം. അതാണ് ശരിയായിട്ടുള്ളത്. ദെൻ 273 കെൽവിൻ, പെട്ടെന്ന് എടുത്ത് പറയുമ്പോൾ മിസ്റ്റേക്ക് ആവാണേ. 273 Kelvin. Use only lowercase letters when writing the name of the units instead of the symbol. അപ്പോൾ നമ്മൾ യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ എന്ത് വേണം, അതിലെ സ്മോൾ ലെറ്റേഴ്സ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. എല്ലായിടത്തും ബിഗ് ലെറ്റേഴ്സ് അഥവാ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത് എന്ന് അറിയാം.
ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം അതർ റൂൾസ്. കുറച്ച് അതർ റൂൾസും കൂടെ ഉണ്ട്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ കറൻറ്റ് മെത്തേഡ് എൻ എന്നുള്ളതാണ്. നമ്മൾ സ്മോൾ ലെറ്റർ എഴുതരുത്. ദ സിംബൽ ഓഫ് ദ യൂണിറ്റ്സ് ഫോം ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽസ് ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഒരു വ്യക്തിയുടെ പേരിലാണ് യൂണിറ്റ്സ് വന്നത് എന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് വേണം എഴുതാൻ. നെക്സ്റ്റ് വൺ ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. അതെങ്ങനെ 60 സെൻറ്റിമീറ്റർ എന്ന് കഴിഞ്ഞിട്ട് അവിടെ CM എന്ന് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കരുത്, അത് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഓഫ് ദ 60 സെൻറ്റിമീറ്റർ. അവിടെ നമ്മൾ 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യമാണ് 60 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നത് എങ്കിൽ അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കരുത്. ലാസ്റ്റ് ആണെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിംബൽ. ദ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവിടെ എനർജിയാണ് കൊടുത്തിട്ടുള്ളത്. എനർജിയെ NM എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അവിടെ NM ഇതുപോലെ എഴുതരുത്. N കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് വേണം M എഴുതാൻ. എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് മൾട്ടിപ്ലൈസ് ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക്. വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ടു മെഷർ ലെങ്ത് അറ്റ് ദ പിക്ചർ? ഇവിടെ സ്കെയിൽ അതുപോലെ ടാപ്പ്, ഇത് രണ്ടുമാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. മെഷർ ദ ലെങ്ത് ഓഫ് എ പെൻ യൂസിങ് ദ സ്കെയിൽ ആൻഡ് റൈറ്റ് ഡൗൺ. ഓൾസോ യൂസ് എ മെഷറിംഗ് ടേപ്പ് ഓഫ് ഡിറ്റർമൈൻ യുവർ ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങളുടെ ഹൈറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പെൻസിലിലെ ഇതും സ്കെയിൽ വെച്ചുകൊണ്ട് അളക്കുക. എന്നിട്ട് ലെങ്ത് ഓഫ് ദ പെൻ, പെന്നിൻ്റെ എത്ര ലെങ്ത് ഉണ്ട്, നിങ്ങളുടെ ഹൈറ്റ് എത്രയുണ്ടെന്ന് അവിടെ എഴുതി കൊടുക്കുക. ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് അറ്റ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. The least count of a commonly used scale is 0.1 centimeter. Other instrument with a least count smaller than this, find out the right. അപ്പോൾ നാം ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് സ്കെയില് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ദെൻ മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പർ യൂസിങ് എ സ്കെയിൽ. അപ്പോൾ ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് ഒരു എന്ത് ചെയ്യാണ്, ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമ്മൾ അളക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്, ആ പേപ്പർ സ്റ്റോക്കിൽ പേപ്പർ കെട്ടിൽ എത്ര പേപ്പർ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500 പേപ്പറാണ് ഉള്ളത് എന്ന് വെക്കുക. ഓക്കെ, തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് എത്രയായിരിക്കും? 55 മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെ കണ്ടെത്തുക നമ്മൾ? നമുക്ക് എത്രയാണോ പേപ്പർ കട്ടുള്ളത്, ഇപ്പോൾ എത്രയാണുള്ളത്, കട്ടിൻ്റെ കനം എന്ന് പറയുന്നത് 55 ആണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 500 എന്നുള്ള നമ്പേഴ്സ് ഓഫ് പേപ്പർ നമ്മൾ അതിൽ നിന്നും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ് ഉത്തരമായിട്ട് കിട്ടുന്നത്? 0.11 മില്ലിമീറ്റർ എന്ന് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മെഷറിംഗ് ദ വോളിയം യൂസിങ് ദ മെഷറിംഗ് ജാർ. ഒരു മെഷറിംഗ് ജാർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് ട്രൈ ടു വോളിയം ഓഫ് എ സ്റ്റോൺ, pour some water into a measuring jar and mark its level. Tie the stone with the thread and dip into the water. Observe the rise in the water level. From this we can calculate the volume of the stone, which is equal to the volume of water dispersed. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ജാർ എടുത്തിട്ട് അതിലൊരു സ്റ്റോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വലിയ സ്റ്റോൺ ആദ്യം ചെറുതിട്ട് കൊടുക്കുക, പിന്നെ വലുതിട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് അതിൽ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ? ആ മെഷറിംഗ് ജാർ ഉപയോഗിക്കുന്നത് ഏതാണ്? മില്ലി ലിറ്റർ ആണ്. ഓക്കെ, മില്ലി ലിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ എന്ന് പറയുന്നത് 10 മില്ലി ലിറ്റർ ആയിട്ട് വരും. അപ്പോൾ ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ എത്രയാണെന്ന് എഴുതുക. അതുപോലെ വാട്ടർ ലെവൽ ആഫ്റ്റർ ദ ഡിപ്പിംഗ് സ്റ്റോൺ എത്രയാണെന്ന് എഴുതുക. വോളിയം ഓഫ് ദ സ്റ്റോണും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഓരോന്നും മെഷർ ചെയ്യാൻ, ടൈം മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ എ ടൈം ഇൻ്റർവെൽസ്. ഒരു ടൈം ഇൻ്റർവെൽസ് മനസ്സിലാക്കാനാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാറുള്ളത്. ദെൻ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ്. ഒബ്സർവ് ദ മോഷൻ മെഷറിംഗ് ദ ടൈം ടേക്കൻ 10 ഓക്സിലേഷൻ യൂസിങ് അപ്പ് സ്റ്റോപ്പ് വാച്ച് റെക്കോർഡ് ദ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു ലോഹഗോളം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ദോലനം നമ്മൾ വിടിക്കുക. എന്നിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് അത് എത്താൻ എന്നുള്ളത് മനസ്സിലാക്കുക. Then a good understanding of physical quantities will help you in further studies and the proper
യൂസ് ഓഫ് മെഷേഴ്സ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് യൂണിറ്റ്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റീസും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഷർട്ട് അടിക്കാൻ കൊടുത്തു പോയാൽ നമുക്ക് എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര ലെങ്ത് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തോന്നുന്ന പോലെയാവും അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഓഡ് ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഇതിലെ കിലോമീറ്റർ എന്നുള്ളതാണ് എന്തായിട്ട് വരുന്നത്, ഒറ്റയായിട്ട് വരുന്നത്, ഓഡ് വൺ എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ്, ബാക്കിയുള്ളതെല്ലാം SI യൂണിറ്റ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം SI യൂണിറ്റ്സ് ആണ്. സെക്കൻഡ് വൺ, ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട്. ഇതിൽ വരുന്ന ഏതാണ്, ഏരിയയാണ്. കാരണം എന്താണ്, ബാക്കിയുള്ളതെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത് കൂട്ടുകാരെ, ഏതാണ്, ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. കാരണം ബാക്കിയെല്ലാം SI യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ, ഫിൽ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേബിൾ. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ്സ് എഴുതാനാണ് അല്ലേ. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് കിലോമീറ്റർ ആണ് അല്ലേ. കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതുക, 1000 ആണ്. നെക്സ്റ്റ് വൺ, ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ആണ്, 1000 മില്ലിമീറ്റർ. നെക്സ്റ്റ് വൺ, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതോ 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ടു SI യൂണിറ്റ്സ് വിതൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. ഇതിൻ്റെ വാല്യൂസ് തെറ്റാതെ ഇതിന് എന്ത് ചെയ്യണം, SI യൂണിറ്റ്സിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 2000 ഗ്രാം ആണ്. ഇതിന് SI യൂണിറ്റ്സ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം, കിലോഗ്രാം ആക്കണം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ ആയിട്ട് 2 kg എന്ന് കിട്ടും, 2 കിലോഗ്രാം ആണ്. നെക്സ്റ്റ് 1 അവർ ആണ്. 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു 3600 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് 1.5 കിലോമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1.5 × 100 എത്രയാണ്, 1500 മീറ്റർ ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, 200 സെൻറ്റിമീറ്റർ ആണ്. 200 സെൻറ്റിമീറ്റർ നമുക്ക് എന്താക്കണം, മീറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എത്രയാണ് ഉത്തരമായിട്ട് വരുന്നത്, 2 മീറ്റർ ആണ്. 2 മീറ്റർ എന്ന് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിനെ അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. വാല്യൂസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിന് എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് ആദ്യം എഴുതണം. ചെറുതെന്ന് പറയുന്നത് ഇതിൽ മില്ലിഗ്രാം ആണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഗ്രാം ആണ്. തേർഡ് ആയിട്ട് വരുന്നത് കിലോഗ്രാം ആണ്. ഫോർത്ത് ആയിട്ട് വരുന്നത് ക്വിൻ്റൽ ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത്രയുമാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇതിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. അത് കൂട്ടുകാർ ജസ്റ്റ് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ആൻഡ് ഫോഴ്സ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.